അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ നോമ്പ് 27. ഇന്ന് 27-ാം രാവും വെള്ളിയാഴ്ച രാവും കൂടിയാണ്. പരിശുദ്ധ റമദാൻ അവസാന ദിവസങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. കാരണം വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണ്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന 27-ാം രാവ് കൂടിയാണ് ഇന്ന്. വെള്ളിയാഴ്ച രാവും 27-ാം രാവും സംഗമിക്കുന്ന അത്ഭുത ദിവസം. ദുആക്ക് ഉറപ്പായിട്ടും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായത്തിൽ 27-ാമത്തെ രാവിലാണ് സംഭവിക്കുക ലൈലത്തുൽ ഖദർ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഖുർആനിൽ നിന്ന് കണ്ടെത്തിയ കണക്കനുസരിച്ച് 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുക. ഏറ്റവും പുണ്യമുള്ള രാത്രി, 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാത്രി ലൈലത്തുൽ ഖദർ. ഈ ദിവസം നമ്മൾ ദിക്റുകൾ കൊണ്ടും സലാത്ത് കൊണ്ടും ധന്യമാക്കുക. നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ ഇരു കൈയും ഉയർത്തി ഈ പുണ്യമാക്കപ്പെട്ട ദിവസം, വെള്ളിയാഴ്ച രാവ് ദിവസം, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ദിവസം ദുആ ചെയ്യുക. മനസ്സറിഞ്ഞ് ഇരു കൈയും ഉയർത്തി അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ആദ്യം നമ്മൾ ഫാത്തിഹ ഓതുക. എന്നിട്ട് 33 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുക. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. പിന്നെ ബദർ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് ചൊല്ലിയ ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം 33 പ്രാവശ്യം ചൊല്ലുക. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയപ്പോൾ ചൊല്ലിയ ദുആ ചെയ്യുക 33 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ തീയിലേക്ക് എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന, ഇബ്രാഹിം നബിക്ക് ഉത്തരം കിട്ടിയ പ്രാർത്ഥന ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഇത് 33 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ ദിക്റുകളിൽ ഏറ്റവും മഹത്വമുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് 33 പ്രാവശ്യം ചൊല്ലുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചൊല്ലാൻ പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശ്വാസി എപ്പോഴും അധികരിപ്പിക്കേണ്ട ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ 33 പ്രാവശ്യം ചൊല്ലുക. മൗത്തിൻ്റെ വേദനയല്ലാത്ത എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് ഈ ദിക്ർ. പിന്നെ ആയത്തുൽ കുർസി ഓതി, യാസീൻ ഓതി, ഖുൽ ഹുവല്ലാഹും ഫലക്കും നാസും ഓതി ദുആ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും നിങ്ങളെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.